ഇതാണ് എന്റെ പെണ്ണ്, എന്റെ ജീവിതം ഇവൾക്കൊപ്പമായിരിക്കുമെന്ന് ലോകത്തോട് നെഞ്ചും പിരിച്ച് പറയുന്ന കാമുകന്മാർക്ക് വേണ്ടി ഇന്നത്തെ എപ്പിസോഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്ന സാഗർ സുജാതി കുറെ നാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ സാഗറിന്റെ സുജാതിയും കണ്ട ആന്റിയമ്മയ്ക്ക് സന്തോഷമായിട്ട് ആന്റിയമ്മ രണ്ടുപേരെയും ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കടന്നൽ കുത്തിയ മുഖവുമായിട്ട് മാനസിയും ഹേമിയും അങ്ങോട്ടേക്ക് വരികയാണ്. തുടർന്ന് സാഗര മാനസിയെ കാണുകയാണ്. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കടന്നൽ കുത്തിയ ഭാവത്തിലാണ് രണ്ടുപേരും നിൽക്കുന്നത്. എന്നാൽ അത് ആന്റിയമ്മയ്ക്ക് മനസ്സിലാവുകയാണ്. ഇവരുടെ ഈ ഗൗരവം പണി പാളിക്കുമെന്ന് ആന്റിയമ്മയ്ക്ക് മനസ്സിലാവുകയാണ്. തുടർന്ന് ആന്റിയമ്മ സാഗറിന്റെ ശ്രദ്ധ തെറ്റിക്കുന്നതിന് വേണ്ടി കൃപയുടെ കാര്യം എടുത്ത് ചോദിക്കുകയാണ്. കൃപയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് സാഗര കൃപയ്ക്ക് ഇപ്പോൾ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, 50% കൃപ ഇപ്പോൾ റിക്കവറായി എന്ന് പറയുകയാണ്. എല്ലാത്തിനും കാരണം മാനസികയുടെ അച്ഛൻ ജയമോഹനാണ്. ജയമോഹനോട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ടെന്ന് പറഞ്ഞ് സാഗർ പിന്നെ മാനസിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് മാനസ നല്ല ഗൗരവത്തിൽ പിന്നെ സാഗറിനോട് സാഗർ അങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. എന്തിനാണ് 2 ദിവസത്തെ വിസിറ്റിന് വേണ്ടി അങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ ഒന്ന് പരുങ്ങുകയാണ്. ഒരു മറുപടി പറയാൻ സാഗറിന് സാധിക്കുന്നില്ല. എന്നാൽ ഈ സമയത്ത് സുജാത പിന്നെ മാനസിയോട് അങ്ങനെ ചോദിക്കുമോളെ, ഞാൻ സാഗറിനോട് പലതവണ ചോദിച്ചാണ് എന്തിനാണ് 2 ദിവസത്തേക്ക് നാട്ടിൽ പോകുന്നതെന്ന്. സാഗർ എന്നോട് കൃത്യമായ മറുപടി ഒന്നും പറഞ്ഞില്ല. എന്നാൽ അത് കേട്ട് സാഗർ പിന്നെ ഒരു ഒഴുക്കൻ മറുപടി മാനസിക്ക് കൊടുക്കുകയാണ്. അത് ബിസിനസ് ആവശ്യമായിട്ട് ഞാൻ വന്നതാണ്, ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്നതാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മാനസ അതിൽ കയറി പിടിക്കുകയാണ്. എന്ത് മീറ്റിംഗ്, എന്തിനു വേണ്ടിയാണ് അങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. വീണ്ടും മാനസ അത് എടുത്തെടുത്ത് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് സാഗർ മാനസിയോട് വീണ്ടും ഒരു കള്ളം പറയുകയാണ്. ഒരു ക്ലയന്റിനെ കാണാൻ വന്നതാണെന്ന് പറയുമ്പോൾ മാനസ എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഒരു ക്ലയന്റിനെ കാണാൻ വന്നതാണെങ്കിൽ ആദ്യം ആ കാര്യം ഞാനല്ലേ അറിയേണ്ടത്, എന്തുകൊണ്ട് എന്നിൽ നിന്ന് മറച്ചു വെച്ചു? ഞാൻ ഇതുവരെയായിട്ടും അത് അറിഞ്ഞില്ലല്ലോ. സത്യം പറ അങ്ങൾ എന്തിനാണ് വീണ്ടും വന്നതെന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് ആന്റിയമ്മയ്ക്ക് ദേഷ്യം വരികയാണ്. തുടർന്ന് ആന്റിയമ്മ പിന്നെ സാഗറിനോട് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വലിയ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, നിങ്ങൾ പോയി ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് ഹേമ സാഗറിനെ വിളിക്കുകയാണ്. സാഗർ, സുജാത, എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്നാൽ അത് കേട്ട് ആന്റിയമ്മ അവരൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഹേമ പിന്നെ സാഗറിനോട് സുജാതിയോട് എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും നല്ലൊരു യാത്ര കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്, നിങ്ങൾ ടയേർഡ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ഈ കാര്യം നിങ്ങളോട് പറഞ്ഞേ പറ്റൂ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എനിക്കിത് നിങ്ങളോട് ഇപ്പോൾ തന്നെ പറഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പോൾ സാഗറിന് അതിന്റെ ഗൗരവം മനസ്സിലാവുകയാണ്. തുടർന്ന് സാഗർ പിന്നെ ഹേമയോട് എന്ത് കാര്യമാണ് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ഹേമ പിന്നെ സാഗറിന് അറിയാമല്ലോ കൃഷിന്റെയും മാനസികയുടെയും കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്, അതിനെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ആ കല്യാണത്തെ കുറിച്ച് വീണ്ടും ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അത് കേട്ട് സാഗർ സുജാതിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. നിങ്ങൾ ഇത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ് ഹേമയോട്. എന്നാൽ അത് കേട്ട് ഹേമ പിന്നെ സാഗറിനോട് സുജാതിയോടും എനിക്കറിയാം നിങ്ങൾ വലിയ കുടുംബമാണ്, ഇവിടെയുള്ള എല്ലാവർക്കും മാനസിക ഇഷ്ടമാണ്, അതുപോലെ തന്നെ മാനസിക്കും കൃഷ്ണ വലിയ ഇഷ്ടമാണ്. കൃഷ്ണ തന്നെ കല്യാണം കഴിക്കണമെന്ന് ഒറ്റക്കാലിൽ നിന്ന് വാശി പിടിച്ച് നടക്കുകയാണ് മാനസ. പക്ഷെ എന്ത് ചെയ്യാം, കൃഷ്ണ മാനസിക ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സാഗറും സുജാതിയും. തുടക്കം മുതലേ ഈ കല്യാണ കാര്യത്തിൽ എന്തൊക്കെയോ ഒരു കല്ലുകാടി എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, മാനസിക കൃഷ്ണനെ മാത്രം മതി. ഞങ്ങൾ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഈ കല്യാണം. ഞങ്ങളുടെ മോൾക്ക് വേറെ ചെക്കനെ കിട്ടാഞ്ഞിട്ടല്ല, 100,000 ആലോചനകൾ എന്റെ മോൾക്ക് വന്നതാണ്. പക്ഷെ നിങ്ങൾ അത്രയും പ്രതീക്ഷ കൊടുത്തിട്ടാണ് എന്റെ മോൾക്ക് കൃഷ്ണ കല്യാണം ഉറപ്പിച്ചത്. ഇല്ലാന്ന് ചേച്ചിയമ്മ പറയട്ടെ, 100 കൃഷ്ണനെ ആരാ വരുൺ? എന്നാൽ അത് കേട്ട് ആന്റിയമ്മ പിന്നെ തല കുമ്പിട്ട് ഇങ്ങനെ മാനസിയെ നോക്കുകയാണ്. സാഗറിനെ നോക്കാൻ ധൈര്യം ആന്റിയമ്മയ്ക്കില്ല. തുടർന്ന് സുജാത പിന്നെ ഹേമയോട് എന്തൊക്കെയാണ് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ഹേമ ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുക്കുകയാണ്. സംഭവിച്ചു ഇത്രയേ ഉള്ളൂ, കൃഷ്ണ എന്റെ മോൾ മാനസിയെ വേണ്ട, പക്ഷെ ഞങ്ങൾ ഇത് അങ്ങനെ വിട്ടുകൊടുക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾക്ക് ഈ കാര്യം ഞങ്ങളോട് മുന്നേ പറയാമായിരുന്നു, അങ്ങനെയായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ കല്യാണമായിട്ട് മുന്നോട്ട് പോകില്ലായിരുന്നു. എന്റെ മോൾക്ക് 100 കണക്കിന് ആലോചനകളാണ് വന്നിരുന്നത്. അല്ല, ഇതൊക്കെ ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ? തുടർന്ന് സുജാത പിന്നെ മാനസിയോട് എന്താ മോളെ ഇവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ആന്റിയമ്മേ ഞാൻ പറയാം സുജാത എന്ന് പറയുമ്പോൾ വേണ്ട ആന്റിയമ്മേ ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് മാനസ അത് പറയുകയാണ് സുജാതയോട്. അങ്കിൾ ആന്റി, കൃഷ്ണ എന്നെ വേണ്ട, കൃഷ്ണ കൺമണിയെ മതി, കൃഷും കൺമണിയും തമ്മിൽ പ്രേമമാണെന്ന് മാനസ സുജാതയും സാഗറിനെയും അറിയിക്കുകയാണ്. എന്നാൽ അത് കേട്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് സുജാതയും സാഗറും. തുടർന്ന് ഹേമ മറ്റൊരു പെണ്ണിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് കൃഷ്ണ മാനസിയുടെ വിരലിൽ മോതിരം അണിയിച്ചത്. അഭിമാനം എന്ന് പറയുന്ന സാധനം ഞങ്ങൾക്കുമുണ്ട് സാഗർ, ഞങ്ങൾ എന്തായാലും ഇത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ അത് കേട്ട് സാഗർ നിങ്ങൾ ഇത് വെറുതെ വിട്ടാലും ഞാൻ എന്തായാലും ഇത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാണ് സാഗർ. എന്നാൽ അത് കേട്ട് സുജാത പിന്നെ ഹേമയുടെ അടുത്ത് എന്നിട്ട് ഹേമയെ ആശ്വസിപ്പിക്കുകയാണ്.
ഹേമേ നീ ഒന്ന് ആശ്വസിക്ക്, ഇപ്പോൾ തന്നെ നമുക്ക് ഈ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാം. തുറന്ന സാഗർ മുകളിലേക്ക് നോക്കി ക്രിഷ് ക്രിഷ് എന്ന് നീട്ടി വിളിക്കുകയാണ്. തുറന്ന് ഹേമ പിന്നെ സാഗറിനെ വിളിക്കുകയാണ്. സാഗറെ കൃഷ്ണനെ വിളിക്കാനാണെങ്കിൽ കൃഷ്ണന്റെ താമസ സ്ഥലത്തല്ലേ പോയി വിളിക്കേണ്ടത്, ഇവിടെ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ്. ഇതിപ്പോൾ കൃഷ്ണന്റെ വീടല്ല എന്ന് പറയുകയാണ്. എന്നാൽ അതും കൂടി കേട്ടതോടുകൂടി സാഗർ സുജാതി വീണ്ടും ഒന്ന് ഞെട്ടുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് അവർ രണ്ടുപേരും. തുറന്ന് ഹേമ വീണ്ടും സാഗറിനെ വിളിച്ചിട്ട്, സാഗർ കൃഷി ഇപ്പോൾ ദേവ്ജിയുടെ വീട്ടിലാണ് ഉള്ളത്, ഇതിപ്പോൾ കൃഷിന് ഒരു ഗസ്റ്റ് ഹൗസ് പോലെയാണ്, ഇടയ്ക്ക് വല്ലപ്പോഴും വന്നു പോകും, താമസം ഇപ്പോൾ ദേവ്ജിയുടെ വീട്ടിലാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ അതെന്താണ് അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഹേമ അവിടെയാണല്ലോ കൺമണി ഇപ്പോഴുള്ളത്, കൃഷി ഇപ്പോൾ കൺമണിക്കൊപ്പം ദേവ്ജിയുടെ വീട്ടിലാണ് താമസം, കൃഷ്ണന് കൺമണിയെ വിട്ട് പോകാൻ പറ്റുമോ, കൃഷി ഇപ്പോഴും കൺമണിക്കൊപ്പമാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് വിശ്വസിക്കാനാകാതെ സുജാത ഹേമ നീ ഇത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ഹേമ എന്താ സുജാത ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ലേ, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യേ, സുജാത പോയിട്ട് നേരിട്ട് പോയി കണ്ടോളാൻ പറയുകയാണ്. തുറന്ന മാനസയുടെ ഊഴമാണ്. മാനസ സുജാതയുടെ അടുത്ത് ചെന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആന്റി, ഓഫീസിൽ എന്നെ അപമാനിക്കുന്നതിന്റെ അങ്ങേയറ്റമായി ഞാൻ സഹിക്കുന്നതിന്റെ ഒക്കെ പരിധി വിട്ടു ആന്റി, കൺമണിയുടെ വീട് ജപ്തിയായില്ലേ, ആ കൺമണിയുടെ വീട് കൃഷി ഇടപെട്ട് തിരിച്ചെടുത്തു കൊടുത്തു എന്ന് പറയുകയാണ്. കൃഷി തന്നെ പണം അടച്ച ആ കൺമണിയുടെ വീട് കൺമണിക്ക് തിരിച്ചെടുത്തു കൊടുത്തു. അതും പോരാഞ്ഞ് കൺമണിയെ ദേവ്ജിയുടെ വീട്ടിൽ കൊണ്ടു നിർത്തി കൃഷ്ണൻ എപ്പോഴും കൺമണിയെ കണ്ടോണ്ടിരിക്കണം. തുറന്ന ഹേമ തമിഴ്നാട്ടിലൊക്കെ പറയില്ലേ ചിന്ന വീട് പെരിയ വീട് എന്നൊക്കെ, അതുപോലെയാണ് ഇത് ചിന്ന വീട്, അതാണ് മെയിൻ വീട്. സാഗറിനോട് സുജാതിയോടൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ ഞങ്ങൾക്ക് നാണക്കേടുണ്ട്, കൃഷ്ണന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി വശീകരണ മന്ത്രം വരെ ചെയ്യേണ്ട ഗതികേടിലാണ് എന്റെ മോള്, മതിയായി ഞങ്ങൾക്ക് ഈ കല്യാണം വേണ്ട എന്നൊക്കെ പറയുകയാണ് ഹേമ. എന്നാൽ ഇതെല്ലാം കേട്ട് നല്ല ദേഷ്യത്തിൽ സാഗർ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ദേവ്ജിയെ വിളിക്കുകയാണ്. തുറന്നു കാണിക്കുന്ന കൃഷാണ്. കൃഷ് ദേവ്ജിയുടെ വീട്ടിൽ ആ സോഫയിൽ കിടന്നുറങ്ങുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൺമണി വരികയാണ്. തുറന്ന് കൺമണി കൃഷ്ണനെ വിളിച്ചുണർത്തുകയാണ്. സാറേ എഴുന്നേൽക്ക്, നേരം വെളുത്തു എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ് കൺമണിയെ ബലമായിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. അമ്പട കള്ളോർക്കായിരുന്നല്ലേ. തുറന്ന് കൺമണി അയ്യോ സാർ ഇതേ ദേവ് സാർ കൂടിയുണ്ട്, നാണമാകില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കുകയാണ്. ഈ സമയത്താണ് സാഗറിന്റെ വിളി ദേവ്ജിക്ക് വരുന്നത്. തുറന്ന് ദേവ്ജിക്ക് സന്തോഷമായിട്ടാണ് ഓടിച്ചെന്ന് സാഗറിന്റെ കോൾ എടുക്കുന്നത്. തുറന്ന് ദേവ്ജി സാഗർ എപ്പോൾ എത്തിയെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അതിനുള്ള മറുപടി ഒന്നും സാഗർ കൊടുക്കുന്നില്ല. സാഗർ നല്ല ഗൗരവത്തിൽ കൺമണി അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ദേവ്ജിയോട്. എന്നാൽ അത് കേട്ട് ദേവ്ജി ഉണ്ടല്ലോ കൺമണി കൂടെ ഉണ്ടെന്ന് പറയുകയാണ്. എന്താ കൺമണിക്ക് ഫോൺ കൊടുക്കണോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് സാഗർ വീണ്ടും നല്ല ഗൗരവത്തിൽ കൃഷ് അവിടെയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ സാഗറിന്റെ ആ ചോദ്യത്തിന്റെ പന്തികേട് ദേവ്ജിക്ക് മനസ്സിലാവുകയാണ്. തുറന്ന് ദേവ്ജി മറുപടി പറയാതെ ഇങ്ങനെ തപ്പി തടയുകയാണ്. കൃഷ് എന്നിങ്ങനെ പറഞ്ഞ് തപ്പി തടയുകയാണ്. എന്നാൽ അത് കണ്ട് ദേഷ്യം വന്ന സാഗർ നല്ല ദേഷ്യത്തിൽ കൃഷ് അവിടെയുണ്ടോ, ഞാൻ ചോദിച്ചതിന് മറുപടിയില്ല എന്ന് ദേവ്ജിയോട് നല്ല ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജി അതിന് മറുപടി കൊടുക്കുകയാണ്. ഉണ്ട്, കൃഷും ഇവിടെയുണ്ടെന്ന് പറയുകയാണ്. എന്താ സാഗർ കൃഷ്ണ കൊടുക്കണോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ ഒന്നും മിണ്ടാതെ നല്ല ദേഷ്യത്തിൽ ആ ഫോൺ വെക്കുകയാണ്. തുറന്ന് സാഗർ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അവൻ അവിടെയുണ്ടെന്ന് അവിടെയുള്ളവരോട് പറയുകയാണ്. എന്നെ നാണം കടത്താനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ അവനെ വെച്ചേക്കില്ല എന്ന് നല്ല ദേഷ്യത്തിൽ പറയുകയാണ് സാഗർ. എന്നാൽ ഈ സമയത്ത് ദേവ്ജി ആകെ ടെൻഷനിലാണ്. സാഗർ എന്തൊക്കെയോ മണത്തറിഞ്ഞിട്ടുണ്ടെന്ന് ദേവ്ജിക്ക് മനസ്സിലായിരിക്കുകയാണ്. തുടർന്ന് ദേവ്ജി വേഗം തന്നെ കൃഷ്ണനെ വിളിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കൃഷും കൺമണി ദേവ്ജിയുടെ വിളി കേട്ട് അയ്യോ ദേവ്ജി വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ കൃഷ് ദേവ്ജിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് ദേവ്ജിയോട് എന്ത് പറ്റി സാർ എന്ന് ചോദിക്കുമ്പോൾ തുടർന്ന് ദേവ്ജി കൃഷ്ണനോട് നീ വേഗം തന്നെ എത്രയും പെട്ടെന്ന് നിന്റെ വീട്ടിലേക്ക് പോകണം, സാഗർ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. സാഗറിന്റെ ആ വിളി അത്ര പന്തിയല്ല എന്ന് പറയുകയാണ്. നീ ചെല്ല്, പിന്നെ പറഞ്ഞെല്ലാം അറിയാലോ, എടുത്തു ചാടി നീ ഒന്നും ചെയ്യരുത്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൺമണി വരികയാണ്. തുടർന്ന് കൃഷി കൺമണിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഒന്നിച്ച് ജീവിച്ചിരിക്കും എന്ന കൺമണിക്ക് ഒരു ഉറപ്പ് കൊടുത്തുകൊണ്ട് കൃഷി അവിടുന്ന് പോവുകയാണ്. എന്നാൽ കൃഷിത്തെ പറഞ്ഞു കേൾക്കുമ്പോൾ കൺമണിക്കും ആകെ ടെൻഷൻ ആവുകയാണ്. തുറന്നു കാണിക്കുന്ന ബലരാമന്റെ ജയിലാണ്. ബലരാമനെ കാണുന്നതിന് വേണ്ടി ഷൺമുഖം വക്കീൽ വന്നിരിക്കുകയാണ്. തുറന്ന് ബലരാമൻ ഷൺമുഖം വക്കീലിന്റെ അടുത്ത് നിന്നിട്ട് കാര്യങ്ങൾ എന്തൊക്കെയായി എന്ന് ചോദിക്കുകയാണ്. തുറന്ന് ഷൺമുഖം ബലരാമനെ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ബലരാമൻ കാത്തിരുന്ന അയാൾ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. സാഗർ സുജാതി നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ബലരാമന് സന്തോഷമാവുകയാണ്. തുറന്ന ബലരാമൻ പിന്നെ ഷൺമുഖം വക്കീലിനോട് അപ്പോൾ എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന ഷൺമുഖം വക്കീൽ 2 ദിവസത്തിനകത്ത് ബലരാമന്റെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറയുകയാണ്. തുറന്ന ബലരാമൻ ഞാൻ പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഷൺമുഖം ബലരാമന് ധൈര്യം കൊടുക്കുകയാണ്. ബലരാമന് ഇഷ്ടമുള്ളത് ചെയ്തോ, ഞാൻ കൂടെയുണ്ട്, എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞ് ബലരാമൻ ഒരു ധൈര്യം കൊടുക്കുകയാണ്. തുറന്ന ബലരാമൻ അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് സഹദേവൻ വന്നിട്ട് ഷൺമുഖം വക്കീൽ അഭിനന്ദിക്കുകയാണ്. സാർ ഒരു കില്ലാടി തന്നെ എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. ബലരാമന് പുറത്തിറങ്ങണമെങ്കിൽ ആ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ലാതെ സാറ് ബലരാമന് ജാമ്യത്തിലെടുക്കാൻ വന്നിരിക്കുകയാണല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ഷൺമുഖം ഒന്ന് ചിരിക്കുകയാണ്. അതിന് ബലരാമനെ പുറത്തിറക്കുന്നത് ഞാനല്ല എന്ന് പറയുകയാണ്. ബലരാമനെ പുറത്തിറക്കുന്ന
സാഗറാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സഹദേവനൊന്ന് ഞെട്ടുകയാണ്. തുടർന്ന് സഹദേവൻ പിന്നെ ഷൺമുഖത്തിനോട് അതെങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ഷൺമുഖം അതാണടാ എന്റെ മിടുക്കെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളി മറിച്ച് നിൽക്കുകയാണ്. നീ നോക്കിക്കോ, ബലരാമൻ സാഗറിന്റെ കഥ കഴിക്കും, എന്നിട്ട് ബലരാമന്റെ കഴുത്തിൽ ഞാനൊരു തൂക്കുകയർ വാങ്ങിക്കൊടുക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് സഹദേവൻ പിന്നെ ഷൺമുഖത്തിനോട് ബലരാമനെ പുറത്തിറക്കുന്നത് സാഗറാണെന്ന് ബലരാമനെ അറിയുമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ഷൺമുഖം ഒന്ന് ചിരിക്കുകയാണ്. അത് ബലരാമൻ അറിയില്ല, അത് ബലരാമൻ അറിയുന്നതിന് മുന്നേ തന്നെ ബലരാമൻ സാഗറിന്റെ കഥ കഴിച്ചിരിക്കും. തുറന്നു കാണിക്കുന്ന കൃഷ് സാഗറിനെ കാണുന്നതിന് വേണ്ടി വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷിന്റെ വരവ് കണ്ട് സാഗർ സുജാതിയും എല്ലാം വേഗം താഴേക്ക് ചെല്ലുകയാണ്. ആന്റിയമ്മയും എല്ലാം തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. മാനസിയും ഹാമി കാഴ്ചക്കാരായിട്ട് ഗാലറിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് സുജാത പിന്നെ സാഗറിനോട് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനെന്നൊക്കെ പറഞ്ഞൊരു ഉപദേശം കൊടുക്കുകയാണ്. തുറന്ന് കൃഷി അകത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് സാഗറും അവിടെയുള്ള എല്ലാവരും ഇങ്ങനെ അകത്തിങ്ങനെ കൂടി നിൽക്കുകയാണ്. തുറന്ന് കൃഷി പിന്നെ സാഗറിന്റെ അടുത്ത് നിന്ന് നല്ല ഗൗരവത്തിൽ അച്ഛൻ ബലരാമനെതിരെയുള്ള കേസ് പിൻവലിക്കാൻ പോവുകയാണെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം ഒന്നും ശ്രദ്ധിക്കാതെ സാഗർ പിന്നെ കൃഷ്ണനോട് നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി അതൊക്കെ ഞാൻ പറയാം, അച്ഛനാദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി ബലരാമനെതിരെയുള്ള കേസ് പിൻവലിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് വീണ്ടും സാഗർ നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു എന്ന് വീണ്ടും ചോദിക്കുകയാണ്. തുറന്ന കൃഷി ഞാൻ ദേവ് സാറിന്റെ വീട്ടിലായിരുന്നു, ഇനി ഞാൻ ചോദിച്ചതിന് അച്ഛൻ മറുപടി അച്ഛൻ ബലരാമനെതിരെയുള്ള കേസ് പിൻവലിക്കാൻ പോവുകയാണോ. തുറന്ന സാഗർ ദേവ്ജിയുടെ വീട്ടിൽ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിയതേതാ എന്ന രീതിയിൽ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ തർക്കിച്ച് നിൽക്കുകയാണ്. തുറന്ന് കൃഷി നല്ല ദേഷ്യത്തിൽ അച്ഛൻ അതൊക്കെ രണ്ടാമത്തെ കാര്യം, ബലരാമനെ പുറത്തിറക്കാൻ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. വീണ്ടും സാഗർ ഞാൻ ചോദിച്ചതിന് നീ മറുപടി ദേവ്ജിയുടെ വീട്ടിൽ വല്ല മീറ്റിംഗ് ഉണ്ടായിരുന്നോ. തുറന്ന കൃഷി നല്ല ദേഷ്യത്തിൽ അച്ഛൻ എന്തിനാ വിഷയം മാറ്റുന്നതെന്ന് ചോദിക്കുകയാണെന്നാൽ അത് കേട്ട് സാഗർ പൊട്ടിത്തെറിക്കുകയാണ്. വിഷയം മാറ്റുന്നത് ഞാനല്ല, നീയാണ്. ആ കൺമണിയുടെ വീട് തിരിച്ചെടുത്തു കൊടുക്കാൻ നീ ആരാടാന്ന് ചോദിച്ചുകൊണ്ട് സാഗർ കൃഷ്ണൻ നേരെ പൊട്ടിത്തെറിക്കുകയാണ്. പറയടാ നീ അവളുടെ ആരാടാ, അവളെ അലിഗയിലെ ഒരു സ്റ്റാഫ് മാത്രമാണ്. എന്നാൽ അത് കേട്ട് മാനസികരെ സന്തോഷിച്ചു നിൽക്കുകയാണ്. എല്ലാത്തിനും ഇപ്പോൾ ഒരു തീരുമാനമാകും, ഇവരുടെ പ്രേമം ഇപ്പോൾ തകർന്ന് തരിപ്പണമാകും എന്നിങ്ങനെ സ്വപ്നം കണ്ടു നിൽക്കുകയാണ് മാനസ. തുറന്ന കൃഷി നല്ല ദേഷ്യത്തിൽ അച്ഛൻ ചോദിക്കുന്നതിനൊക്കെ ഞാൻ സമാധാനം പറയാം. എന്നാൽ അത് കേട്ട് സാഗർ എങ്കിൽ നീ പറയടാ, ഞാനിപ്പോൾ ചോദിച്ച ചോദ്യത്തിന് നീ സമാധാനം പറയടാ, ഉത്തരം ദേ ഇപ്പോൾ പറ, ദേ ഇവിടെ എല്ലാവരും കേൾക്കാനുണ്ട്, നീ ഇപ്പോൾ തന്നെ എന്റെ ചോദ്യത്തിന് മറുപടി എന്നാൽ ഇത് കേട്ട് സുജാത പിന്നെ കൃഷ്ണനോട് അയ്യോ മോനെ നീ ഞങ്ങളെ വിഷമിപ്പിക്കല്ലേ എന്ന് പറയുമ്പോൾ സാഗർ പിന്നെ സുജാതയോട് ദേഷ്യപ്പെടുകയാണ്. വിഷമോ, ഇവിടെ ഒരാൾക്കും വിഷമില്ല എന്ന് പറയുകയാണ്. ഇത് എന്റെ വീടാണ്, ഞാൻ വിചാരിക്കുന്ന കാര്യമേ ഇവിടെ നടക്കാവൂ. എന്നാൽ അത് കേട്ട് കൃഷ്ണന് ദേഷ്യം വരികയാണ്. സമ്മതിച്ചു, അച്ഛൻ വിചാരിക്കുന്ന കാര്യം നടത്തിക്കോ, പക്ഷെ എനിക്കിപ്പോൾ ഒരു കാര്യം അറിയണം, അച്ഛൻ ബലരാമനെതിരെയുള്ള കേസ് പിൻവലിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗറിന് വീണ്ടും ദേഷ്യം വരികയാണ്. നീ ആദ്യം നിന്റെ കാര്യം പറ, എന്നിട്ട് നോക്കാം നമുക്ക് ബാക്കിയുള്ളവരുടെ കാര്യം. എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ സാഗറിനെ വിളിക്കുകയാണ്. അനിയൻ കൂട്ടാതെ ഇങ്ങനെ നീട്ടി വിളിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗറിന് ദേഷ്യം വരികയാണ്. ചേച്ചിയമ്മ മിണ്ടാതിക്ക്, ഇത് ഞാനും കൃഷ്ണൻ തമ്മിലുള്ള യുദ്ധമാണ്. തുറന്ന സാഗർ കൃഷ്ണനെ നെഞ്ചത്ത് തള്ളിക്കൊണ്ട് നോക്ക്, നീ താലി കെട്ടേണ്ട പെണ്ണാണ് ഈ നിൽക്കുന്ന മാനസ, ഞങ്ങളുടെ മരുമകളും മാനസിയാണ്, അലിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നീയും മാനസിയും ചേർന്നായിരിക്കണം. എന്നാൽ അതെല്ലാം കേട്ട് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് ഹാമിയും മാനസിയും. തുറന്ന സാഗർ ഹാമിയുടെയും മാനസിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുറന്ന സാഗർ പിന്നെ ഹാമിയോട് പിന്നെ പറയുന്നത് കഴിഞ്ഞതിനൊക്കെ നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം, എന്നോട് സുജാതിയോടൊക്കെ ക്ഷമിക്കണം, നമ്മൾ ഒറ്റ കുടുംബമാണ്, എന്തായാലും നമ്മൾ നിശ്ചയിച്ച രീതിയിൽ തന്നെ എല്ലാം നടക്കും, മാനസിയുടെ കൃഷ്ണന്റെ കല്യാണം അധികം വൈകാതെ തന്നെ നടക്കുമെന്ന് സാഗർ വീണ്ടും ഹാമിയോട് പറയുകയാണ്. അങ്ങനെ മകന്റെ സമ്മതമില്ലാതെ സാഗർ മകൻ ഇഷ്ടമില്ലാത്ത കല്യാണം 5ാം തവണയും ഓർപ്പിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ട് കൃഷ്ണന്റെ ദേഷ്യം കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. തുറന്ന് സാഗർ പിന്നെ കൃഷ്ണനെ വിളിക്കുകയാണ്. കൃഷ് ഞാൻ പറഞ്ഞ നീ സമ്മതിക്കേ, അതേന്ന് ഇവരോട് പറ, നീ തന്നെ മാനസിക കല്യാണം കഴിച്ചോളാമെന്ന് ഇവരോട് വാക്കു കൊടുക്കാൻ പറയുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന കൃഷി വീണ്ടും സാഗറിനോട് അച്ഛൻ ബലരാമനെതിരെയുള്ള കേസ് പിൻവലിക്കരുതെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന സാഗർ കൃഷ്ണന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കൃഷ്ണനെ തലങ്ങും വിലങ്ങും അടിയോടടിയാണ്. നീ നമ്മുടെ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണനെ തലങ്ങും വിലങ്ങും അടിക്കുന്നത്. തുറന്ന് സാഗർ നല്ല ദേഷ്യത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ എന്നെ പഠിപ്പിക്കേണ്ട, എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്യും. എന്നാൽ കൃഷ് അതിൽ കയറി പിടിക്കുകയാണ്. എനിക്ക് അത് കേട്ടാൽ മതി, അച്ഛന്റെ ഗുണങ്ങൾ പോലെ തന്നെ അച്ഛന്റെ വാശിയും കൂടി കിട്ടിയിട്ടുള്ള മോൻ തന്നെയാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്നെയും ആരും പഠിപ്പിക്കേണ്ട, എന്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം, എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാനും ചെയ്യുമെന്ന് തറപ്പിച്ച് പറയുകയാണ് കൃഷ്ണൻ. എന്നാൽ അത് കേട്ട് ദേഷ്യമെന്ന സാഗർ കൃഷ്ണന്റെ മുഖത്തിട്ട് ടപ്പേ എന്ന് പറഞ്ഞ് ഒരു അടി കൊടുക്കുകയാണ്. എന്നാൽ സംഭവങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോവുകയാണെന്ന് മനസ്സിലാക്കിയ ഹേമ വേഗം തന്നെ അതിൽ ഇടപെടുകയാണ്. അയ്യോ സാഗർ വേണ്ട, ഇങ്ങനെ തല്ലിയിട്ടൊന്നും എന്റെ മോളുടെ കല്യാണം നടത്തണ്ടെന്ന് പറയുകയാണ്. തുടർന്ന് സുജാത പിന്നെ സാഗറിനോട് അയ്യോ സാഗർ വേണ്ട, നമുക്കിത് പിന്നീട് സംസാരിക്കാം എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ പിന്നെ കൃഷ്ണനോട് എന്റെ മോനൂട്ട നീ അച്ഛനോട് സമ്മതിക്കടാ, മാനസിക കല്യാണം കഴിക്കാമെന്ന് സമ്മതിക്കടാ എന്ന് പറയുകയാണ്.
തുടർന്ന് സാഗർ പിന്നെ കൃഷിന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നീ മാനസിയുടെ വിരലിൽ വിവാഹ മോതിരം അണിയിച്ചതാണ്, അതുകൊണ്ട് നീ തന്നെ മാനസിയെ കല്യാണം കഴിക്കണമെന്ന് പറയുകയാണ്. അതാണ് ശരി, അത് ചെയ്യാനാണ് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന കൃഷി പിന്നെ അച്ഛനോട് അത് ശരിയാണെന്ന് അച്ഛൻ മാത്രം പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന സാഗർ കൃഷിനെ അടിക്കാൻ വീണ്ടും കൈ ഓങ്ങുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷി അടികൊള്ളാൻ തയ്യാറാകുന്നില്ല. സാഗറിന്റെ കൈ തടയുകയാണ് കൃഷി. എന്നാൽ അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ഗാലറിയിൽ ഇതെല്ലാം കണ്ട് ആസ്വദിച്ചു നിന്നവർ. തുറന്ന് കൃഷി പിന്നെ സാഗറിനോട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്റെ അച്ഛന്റെ തല്ലി ഞാൻ തടയുന്നത്. അത് എനിക്ക് തല്ലുകൊള്ളാൻ ആവുന്നില്ലാഞ്ഞിട്ടല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ അച്ഛൻ നാണം കെട്ട് തോൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അച്ഛന്റെ കൈ ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. എന്നെ എത്ര തല്ലിയാലും ഞാൻ എടുത്ത തീരുമാനം ഞാൻ മാറ്റില്ല. അതൊരു പക്ഷെ അച്ഛന് ക്ഷീണമാകും. അതുകൊണ്ട് അച്ഛനിങ്ങി വെറുതെ എന്നെ തല്ലി ക്ഷീണിക്കേണ്ട. എന്നാൽ അത് കേട്ട് ദേഷ്യമെന്ന സാഗർ പിന്നെ കൃഷ്ണനോട് ഇനി നീ ഒരു അക്ഷരം മിണ്ടിപ്പോകരുത്. എന്നാൽ അത് കേട്ട് കൃഷ്ണ അതാണ് അച്ഛന്റെ പ്രശ്നം, മറ്റുള്ളവര് പറയുന്നത് കേൾക്കാനെങ്കിലും തയ്യാറാകണം. അവർ പറയുന്നത് സത്യമാണോ അല്ലേന്ന് മനസ്സിലാക്കാനുള്ള ഒരു വകതിരിവെങ്കിലും വേണം. എന്തായാലും ഇത്രയ്ക്കായ സ്ഥിതിക്ക് ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇത്രയും നാള് ഞാൻ സാഗറിന്റെ മകനായിട്ട് ജീവിച്ചു. ഇനി ആ ലേബിൾ ഞാൻ അങ്ങ് എടുത്തു മാറ്റുക. ഇനി ഞാൻ സാഗറിന്റെ മകനായിട്ടല്ല കൃഷായിട്ട് ജീവിക്കാൻ പോവുകയാണ്. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും. വീടും ബംഗ്ലാവും കാറൊക്കെ നഷ്ടപ്പെടുമെങ്കിൽ നഷ്ടപ്പെട്ടോട്ടെ, എനിക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ഈ ഉപേക്ഷിക്കുന്നതൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. എനിക്ക് മുഖ്യം, എനിക്ക് വലുത് കൺമണിയാണ് എനിക്ക് ഏറ്റവും വില മതിപ്പുള്ളത്. എന്നാൽ അത് കേട്ട് ദേഷ്യമെന്ന സാഗർ ഇറങ്ങി പോണ എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി ഞാൻ പോവുകയാണെന്ന് നല്ല ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കൃഷി നല്ല പഞ്ച് ഡയലോഗ് ഓടിച്ചുകൊണ്ട് അവിടുത്തെ പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന മാനസി ഹാമി ശരിക്കും കിളി പോയി നിൽക്കുകയാണ്. അവര് പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങൾ സംഭവിച്ചത്. അങ്ങനെ മാനസിയുടെ കയ്യിൽ നിന്ന് കൃഷിന്റെ പിടിവെള്ളി പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് സുജാതി ആന്റിയമ്മി അയ്യോ മോനെ മോനൂട്ട കൃഷി എന്നൊക്കെ പറഞ്ഞ് കൃഷിന്റെ പുറകെ ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് മാനസ ഇടിവെട്ടി അവനെ പാമ്പ് കടിച്ച പോലെയാണ് മാനസ നിൽക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെയാണ് മാനസ നിൽക്കുന്നത്. തുറന്ന് കാണിക്കുന്ന സുജാത ഫോൺ എടുത്തിട്ട് ദേവിജിയെ വിളിച്ച് കരഞ്ഞുകൊണ്ട് ഇവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ദേവിജിയെ അറിയിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ദേവിജിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. ഈശ്വര, അവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചോ എന്ന് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് ദേവിജി. തുടർന്ന് സുജാത പിന്നെ ദേവിജിയെ കുറ്റപ്പെടുത്തുകയാണ്. എന്തിനാണ് കൺമണിയെ ദേവിജിയുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയതെന്ന് ചോദിക്കുകയാണ്. ദേവ്ജി എടുത്തത് തെറ്റായ ഒരു തീരുമാനമാണെന്ന് പറയുകയാണ് സുജാത. എന്നാൽ അത് കേട്ട് ദേവ്ജി പിന്നെ സുജാതയെ ആശ്വസിപ്പിക്കുകയാണ്. സുജാത ഒന്ന് വിഷമിക്കാതിരിക്കെ ഞാൻ എടുത്തത് നല്ലൊരു തീരുമാനമാണെന്ന് അധികം വൈകാതെ സുജാതയ്ക്ക് മനസ്സിലാകും. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഒന്ന് ശാന്തമായിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം എന്ന് പറയുകയാണ് സുജാതയോട് ദേവ്ജി. എന്നാൽ സുജാത പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ദേവ്ജി. തുടർന്ന് ദേവ്ജി കൺമണിയെ വിളിക്കുകയാണ്. തുടർന്ന് കൺമണി ദേവ്ജിയുടെ അടുത്തേക്ക് നല്ല സന്തോഷത്തോടുകൂടി ചെല്ലുകയാണ്. എന്താണ് ദേവ്ജി എന്ന് ഇങ്ങനെ സന്തോഷത്തോടുകൂടി ചോദിക്കുകയാണ്. തുടർന്ന് ദേവ്ജി പിന്നെ കൺമണിയോട് കൺമണി എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോണം, വേഗം ബാഗ് പാക്ക് ചെയ്തോളാൻ പറയുകയാണ്. എന്നാൽ ആ മറുപടി കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൺമണി. തുറന്ന് കൺമണി പിന്നെ ദേവ്ജിയോട് എങ്ങോട്ടാണെന്ന് ചോദിക്കുകയാണ്. തുറന്ന് ദേവ്ജി പിന്നെ കൺമണിയോട് കൺമണി മാത്രമല്ല കൺമണി കൃഷും ഇവിടുന്ന് കുറച്ച് ദിവസം മാറി നിൽക്കണമെന്ന് പറയുകയാണ്. തുറന്ന് കൺമണി എന്താണ് കാര്യമെന്നിങ്ങനെ നല്ല ടെൻഷനോട് കൂടി ചോദിക്കുകയാണ് ദേവിജിയോട്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.